നമ്മളിപ്പം രാമക്കമ്മേട്ടിലേക്ക് വന്നേക്കുവാണ്. നിങ്ങൾ പറയാം ലിപ്സ്റ്റിക് കൂടി പോയാ മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. രാമക്കമ്മേട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. കുറെ കടകളോ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ചേട്ടായി എനിക്ക് ഐസ്ക്രീം മേടിച്ചു തരുന്നോ? ഐസ്ക്രീം മേടിച്ചരാ. വാക്കാണ് ഏറ്റവും വലിയ സത്യം. അങ്ങനെ പറഞ്ഞു വാക്കിന് വില കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ മേടിച്ച് പയ്യെ കഴിച്ചിട്ട് മുന്നോട്ട് പോവുകയാണ്. കാറ്റാടി പാടത്തുനിന്ന് നമ്മൾ നേരെ രാമക്കമ്മേട്ടിലേക്ക് വന്നു. മുൻകൂട്ടി പണി തന്നതാട്ടോ. മല കയറാനുള്ളതായതുകൊണ്ട് കുറച്ച് എനർജി കഴിച്ചിട്ട് കയറാൻ നിർത്തും. അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ആ ഒരു വ്യൂ പോയിന്റ് കാണാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാം. നമ്മളിങ്ങനെ നടന്ന് വേണം ഈ വഴി കൂടെയൊക്കെ അവിടെ ഒരു പോയിന്റ് ഉണ്ട്, അങ്ങോട്ടേക്ക് എത്തണം. വരുന്നവർ സൂക്ഷിക്കുക, ഫോണൊക്കെ മുറുക്കെ പിടിച്ചോണം. എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കുരങ്ങൻ കൊണ്ടുപോകും, ഉപദ്രവിക്കും. ഭക്ഷണ സാധനമായിട്ട് വന്ന അമ്മൂസിനിട്ട് രണ്ടെണ്ണം കിട്ടിയെന്ന് തോന്നുന്നു കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേനും. കുടുംബത്തോടെ വന്ന് കുഞ്ഞുങ്ങളെ വരെ വന്ന്. അത് എൻ്റെ ബാഗിൻ്റെ സൈഡിൽ പണ്ടങ്ങാണ്ട് കഴിച്ച ഓക്കേബിയുടെ കവർ മാത്രമല്ലായിരുന്നു. എല്ലാം കൂടെ നിങ്ങൾ ഇറങ്ങി ഓടി ബാഗൊക്കെ എടുത്ത് എറിഞ്ഞ് ഒരാളുടെ അടുത്തോട്ട് എറിഞ്ഞ് അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടെ. പാവം, ഇത്ര ദയനീയമായിട്ടുള്ള സ്റ്റോറി വേറെ എവിടെന്നെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അമ്മൂസ് ഈ ഒരു വഴി എത്ര തവണ വന്നിട്ടുണ്ട്? 10 കൂടുതൽ ക്ലീൻ ചെയ്യാൻ വന്നിട്ടുണ്ട്, കാണാൻ വന്നിട്ടുണ്ട്. കൊച്ചിനെ നിങ്ങളുടെ കൂടെ വന്നിട്ടില്ലേ? ഈ വഴിയൊക്കെ നല്ല രസമായിരുന്നു. ഇങ്ങനെ ചുറ്റും ഇങ്ങനെ മുളയും ഇവിടെ മൊത്തം കുരങ്ങന്മാരായിരുന്നു. കുരങ്ങന്മാരും ഇല്ല, മുളയില്ല, എല്ലാം പോയി. അതെന്താ ഇതിലെ കൂടെ എനിക്ക് കിടക്കണോ? ഈ വഴി വരുന്നവർ പ്രത്യേകം സൂക്ഷിക്കുക. ഈ വഴിയൊക്കെ ഭയങ്കര ടാസ്ക്കാണ്. ആ കാണുന്നതാണ് രാമക്കമ്മയുടെ കുറുവൻ കുറുവത്തി സ്റ്റാച്ചു. കൂടുതലും ടൂറിസ്റ്റേഴ്സായിട്ടുള്ളവർ ആ ഭാഗത്തേക്കാണ് കാണാൻ വരുന്നത്. ഈ ഒരു മല മിക്കവരും മിസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനെ പാറ വലിഞ്ഞു കയറാനൊക്കെ ഇഷ്ടമുള്ളവർ മാക്സിമം ഈ സ്ഥലത്ത് വന്നിട്ട് അപ്പുറത്തോട്ട് പോകാൻ ശ്രമിക്കുക. വഴിയുണ്ടോയെന്ന് പോലും അറിയത്തില്ല. പ്രായമുള്ളവരൊക്കെ ഈ ഒരു വഴി കുറച്ച് റിസ്ക്കാണ്, സൂക്ഷിച്ചും കണ്ടും വരിക. ഞങ്ങൾ നടന്ന് നീങ്ങിയപ്പോൾ ചേച്ചി പയ്യെ പനിയും തിന്ന് കയറി വരുമായിരുന്നു. നമുക്കിനി ആ ടോപ്പായിട്ടുള്ള ഭാഗത്തേക്ക് വേണം കയറിപ്പോകാൻ. രാമക്കമ്മയുടെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയത് തന്നെ ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ കാറ്റടിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ്. അതുകൊണ്ട് ഏത് വീക്കെൻഡ്സ് ഇവിടെ വന്നാലും ഒരുപാട് ടൂറിസ്റ്റേഴ്സ് ഈ സ്ഥലം കാണാൻ വന്നിട്ടുണ്ടാവും. എന്നതിനാ പാവല്ലേ ഞാൻ ഈ ഒരു വ്യൂ ആണ് തമിഴ്നാട്. നമ്മുടെ ഈ ഒരു സ്ഥലം കറക്റ്റ് തമിഴ്നാട് കേരള ബോർഡറാണ്. എന്ത് നല്ല ശുദ്ധ വായുവാണ് ഇവിടെ. തമിഴ്നാടാണ്. നമ്മുടെ അമ്പത്തിന്റെ ഉള്ളിലെ സ്റ്റാർസ് ഉണർന്നിരിക്കുന്നു. അമ്മോ, ഈ ഒരു കാഴ്ച അതിഗംഭീരമാണ്. ഓപ്പോസിറ്റ് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വമ്പൻ പാറയുടെ ഫുൾ സൈസ് കാണാൻ പറ്റും. മാത്രമല്ല തമിഴ്നാട്ടിൻ്റെ ആ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ ഭംഗി ഈ ഒരു പാറയിൽ നോക്കാൻ നേരം നല്ല ഭംഗിയാണ് കാണാൻ. ഒരു സൈഡ് ഫുള്ളും നിരന്ന പ്രദേശവും മറ്റേ ഭാഗത്ത് ഫുള്ളും മലയോര പ്രദേശവും. രണ്ട് ഭാഗത്തും രണ്ട് ഭൂപ്രകൃതി, രണ്ട് കാലാവസ്ഥ. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. കുറച്ചുകൂടെ ആ പാറ ഫുള്ളും കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു പാറയിൽ വന്നെങ്കിൽ മാത്രമേ അത് കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മസ്റ്റ് വിസിറ്റ് ആണ് ഈ ഒരു ഭാഗം. രാമക്കമ്മയുടെ വരുന്നവർ ഒരിക്കലും ഈ ഒരു ഭാഗം മിസ് ചെയ്യരുത്, ചെയ്യാൻ പാടില്ല. ചേട്ടായി
മൂത്രം ഒഴിച്ചു വെച്ചേക്കുന്നതാണ്. ഈ മൂത്രവഴിയുടെ ഉടമസ്ഥരാണ് ദാ വരുന്നത്. അവിടെ മൂത്രം ഒഴിച്ചു വെച്ചിട്ട് നിക്കുന്നത് ഇപ്പൊ ഉണ്ടോ? ഇതിന്റെ പിന്നിലുള്ള സത്യം ഞാൻ പറയാം. അവിടെ ഫോട്ടോ എടുത്തോണ്ടിരുന്നപ്പോഴത്തേന് പയ്യ ഒരാൾ ഇങ്ങോട്ടേക്ക് വന്നത്, എന്നിട്ട് ആ സ്ഥലത്ത് മൂത്രം ഒഴിച്ചു വെച്ച്. മകിയല്ലാന്നതൊക്കെ കുറപ്പാ പക്ഷെ തേട്ടായ എന്നിട്ട് വീഡിയോ കിട്ടി. ദാ പോകുന്ന 2 കുരങ്ങന്മാർ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ടെന്ന്. അങ്ങനെ അടുത്ത പാറയിലേക്ക് വലിഞ്ഞു കയറാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. പുറകെ വരണോ? ഈ സ്ഥലത്തൂടെയൊക്കെ കുഴിഞ്ഞു വേണം പോവാൻ. പക്ഷെ കുഞ്ഞു പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ കുഴിയുന്ന തന്നെ. ഇനി നമ്മുടെ ലക്ഷ്യം ആ കാണുന്ന പാറയുടെ ഏറ്റവും ടോപ്പ് ഭാഗത്തേക്കാണ്. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഒരുപാട് പേര് ഈ ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ കാണാൻ. പകുതി നമ്മൾ മല കയറി, പക്ഷേ ഇനിയും ഹാഫ് കിടക്കും ആ ഒരു സൈഡ് വരെ എത്താൻ വേണ്ടി. ഇപ്പോഴും അവിടുന്ന് കയറി വരുന്നതേ ഉള്ളൂ. അമ്മച്ചീനെ കൂട്ടി ഇത് കയറാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ആ ഒരു സ്ഥലത്ത് നിന്നും ഞങ്ങൾ ഹാഫ് കുറച്ചുകൂടെ കയറിയിട്ടുണ്ട്. ഇനിയും കയറാനുണ്ട്. എടുത്തോ റെസ്റ്റ് ഇൻ പീസ്. ഇതുവരെ കയറിയതൊന്നുമല്ല, ഇനി കയറാൻ പോകുന്നതാണ് ടാസ്ക്. ഈ ഒരു ഭാഗം കയറാൻ പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ്. താഴോട്ട് ഇറങ്ങാൻ വയ്യ, മോളോട്ട് ഇറങ്ങാൻ വയ്യ. കയറാൻ പറ്റാത്തോണ്ട് ഞങ്ങൾ ഈ വഴി നോക്കിയാൽ മതിയായിരുന്നു. ഇതിനെ കൂടെ കൈ പിടിച്ച് കയറണം. മിക്കവാറും താരെ ചാടാം. അങ്ങനെ സക്സസ്ഫുള്ളി അമ്മൂസ് കയറി. മിഷൻ സക്സസ്. ചാടാൻ തോന്നുന്നുണ്ടോ? താഴോട്ട് താഴോട്ട് ചാടാൻ തോന്നുന്നുണ്ടോ? മിഷൻ സക്സസ്ഫുൾ. അവസാനം ഞങ്ങൾ കയറിയിരിക്കുന്നത് ഗായ്സ്. കയറി 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 ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി രണ്ടാമതായി കയറി. ഏറ്റവും പേടിയുള്ള ഒരു സാധനം അവളെ ചെയ്തിരിക്കുന്നത്. ചേച്ചിയുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇനി അങ്ങോട്ട് ഫയർഫോഴ്സ് വരുന്നവരെ ഞങ്ങൾ ഇവിടെ ആയിരിക്കും. ഇനി ബാക്കി ഫയർഫോഴ്സ് വേണം. ഇനി ഒരു തിരിച്ചു വരവില്ല. ഞങ്ങളിത് തെളിയിക്കും. കുറച്ച് ഇരുട്ടുന്നതിന് മുന്നേ ഇറങ്ങണേ. ഇല്ല, നമ്മളിവിടെ കൂടാനെങ്കിൽ തീരുമാനിച്ചു. എങ്ങനെ ഇറങ്ങും? കേറുന്നതൊക്കെ എങ്ങനെ ഇറങ്ങും? കഷ്ടപ്പെട്ടോ കേറി. എല്ലാരോടും ബൈ ബൈ. ഞാൻ ആരോടെങ്കിലും ഇവിടെ ഇരുന്നിട്ടേ ഉള്ളൂ. നമുക്ക് അങ്ങോട്ട് പോയിരിക്കാം. ക്യാമറ ഒക്കെ പൊക്കാൻ പോലും പേടിയാന്ന്. ഇത്ര ഒരു ഹൈറ്റ് കയറിയപ്പോൾ തന്നെ ഫോൺ ഒന്ന് പൊക്കി വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോലും നല്ല പേടിയുണ്ടായിരുന്നു, കാറ്റും കൂടെ ഉള്ളതുകൊണ്ട്. സത്യം പറഞ്ഞാൽ പേടിയാവുന്നുണ്ട്. ഒരു വിധത്തിലാണ് കയറിയത്. മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇനി വ്ളോഗുകളൊക്കെ ഇവിടെ ആയിരിക്കും. നമ്മളെ ഇനി വിളിച്ചോണ്ട് പോകാൻ ഫയർഫോഴ്സ് വേണ്ടി വരും. ഇതിലെങ്ങനെയാലും ഇറങ്ങണം. ഇവിടെ ഒരാൾ മരച്ചിരിക്കുവോ തണുത്ത്? അവിടെ ഒരാൾ എന്തൊക്കെ കാണിച്ചോണ്ടിരിക്കുവോ? ഇങ്ങനെയൊക്കെ സൂപ്പറായിട്ട് നമ്മൾ ആ ഒരു മല ഗംഭീരമായിട്ട് കയറിയിരിക്കും ഗൈസ്. നമ്മുടെ ടീംസ് ഒക്കെ ഒരു വിധത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ കുറേ നേരം ഇരുന്നപ്പോഴത്തേനും സന്ധ്യയായി തുടങ്ങി. ഇനിയും താമസിച്ചു കഴിഞ്ഞാൽ അമ്മ നമ്മളെ ഇവിടെ വന്ന് വിട്ടുന്ന് ഓർത്ത് നമ്മൾ പയ്യെ എല്ലാവരും ഇറങ്ങി. ഇനി വേറെ എന്തെങ്കിലും കഴിച്ചപ്പോൾ ഒരു ഐസ്ക്രീം തന്നെയാണ് ഇതിനാ. മല കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അമ്മൂസിന് വീണ്ടും വിശന്ന് തുടങ്ങി. മല കയറിയപ്പോഴത്തേനും അമ്മൂസിന് വിശന്ന് റെഡ് വെൽവെറ്റിന്റെ ഐസ്ക്രീം നല്ല സൂപ്പർ ഐസ്ക്രീം, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ തിന്നിട്ടുള്ള ഐസ്ക്രീം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റെഡ് വെൽവെറ്റ് ആയിരുന്നു. ക്യാമറി റെഡ് വെൽവെറ്റ്. ഇത് വേറെ എവിടെയും കാണത്തില്ല ഗൈസ്. പെയ്ഡ് പ്രൊമോഷൻ അല്ല. നിനക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? നീ അത് ഫ്ലേവർ കഴിച്ചേ? ബ്ലൂബെറിക്ക്
നല്ലതായിട്ട് സത്യസന്ധമായിട്ട് പറയണ കുളത്തിലായിരുന്നു ഗൈസ്. ഞാൻ ചോക്കോ ക്രീം വേണ്ടായിരുന്നു. ചേച്ചൻ്റെയും സൂപ്പറായിരുന്നു, എൻ്റെയും സൂപ്പറായിരുന്നു. വേറെ ഒന്നും അത്ര ടേസ്റ്റ് ഇല്ല. കാഷ്വലായിട്ട് എല്ലായിടത്തും തിന്നുന്ന ആ ഒരു ടേസ്റ്റ് ആയിരുന്നു. ഒന്നും കൊള്ളത്തില്ലായിരുന്നു ഗൈസ്. ചുമ്മാതാ. റെഡ് വെൽവെറ്റ് സെറ്റായിരുന്നു. ഞങ്ങൾ കഴിക്കുവാ ഗൈസ് ഞങ്ങളപ്പോൾ അങ്ങനത്തെ പരിപാടിയൊക്കെ തീർന്നു. കാട്ടിൽ കൂടെ പൊക്കോണ്ടിരിക്കുക, ടോർച്ച് അടിച്ചാൽ പൊക്കോണ്ടിരിക്കുന്നത്. മുസിനെ കാണാമോ ഞങ്ങൾക്ക്? കാണത്തില്ല അല്ലേ? പോലെ മുസ അവിടുന്ന് താഴോട്ട് ഇറങ്ങിയത് തന്നെ അമ്മസിൻ്റെ കാറ്റ് മുഴുവൻ പോയെന്ന് തോന്നുന്നു. ഇവിടുന്ന് കുറേ ഇനി നടക്കാറുണ്ട്. ഞങ്ങളുടെ കൂടെ വന്ന 3 കാണാനില്ല എന്നല്ല, പുറകെ ഉണ്ട്. 1 2 അല്ല. വാ 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 വാ. അങ്ങനെ നമ്മുടെ രാമക്കമ്മയുടെ ഹൈക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ രാമക്കമ്മയുടെ കയറിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്ന് ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി നിൽക്കുക. രാത്രിയായി തുടങ്ങി, വീട്ടിൽ പോകാൻ സമയമായി. അപ്പം ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് വ്ലോഗ്. ബൈ ബൈ എവ്രി വൺ. उसका पता दे, जरा मुझको बता दे, मैं उस